സുപ്രീം കോടതി NCERTയുടെ പാഠപുസ്തകങ്ങളിലൊന്ന് വിലക്കാൻ തീരുമാനിക്കുകയും കർശന ഭാഷയിൽ അതിനെ വിമർശിക്കുകയും ചെയ്ത വാർത്ത ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് കോടതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ആ പാഠപുസ്തകത്തിൽ ഇന്ത്യയിലെ കോടതികൾക്കകത്ത് നടക്കുന്ന അനഭിലഷണീയമായ പ്രവണതകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് വലിയ തോതിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്ന പ്രശ്നമുണ്ട്. അപ്പം കോടതിയുടെ ഈ ലാഗ്, വലിയ കാലതാമസം ഉണ്ടാകുന്നതിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്തെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാഠഭാഗം കോടതി അലക്ഷ്യമായിട്ടെടുത്തു. കോടതി ഇത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, കോടതി അങ്ങേയറ്റം ക്ഷോഭത്തോടെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല, കോടതി എന്ന് പറയുന്ന സിസ്റ്റത്തോടുള്ള വിശ്വാസ്യത ഇല്ലാതാക്കാൻ, പുതിയ തലമുറയ്ക്ക് അതിനുള്ള ട്രസ്റ്റ് തകർക്കാനുള്ള ഒരു പരിപാടിയാണിത്. ഇതിൽ ആസൂത്രണമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരായാലും അവരുടെ തലകർ ഉള്ളണം എന്ന മട്ടിലൊക്കെയുള്ള കടുത്ത വിമർശനത്തോടു കൂടിയാണ് കോടതി എല്ലാ ബുക്കും പിൻവലിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ബുക്ക് പിൻവലിക്കാം എന്നറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡിസ്കഷൻ ഇവിടെ ഉണ്ട്. അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന കോടതി അലക്ഷ്യത്തിന് ഏതൊക്കെ വകുപ്പുകൾ കേസെടുക്കാൻ പറ്റും? ഇത് സത്യത്തിലൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണോ? ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗമാണ്. അതിൽ അപകീർത്തികരമായ സംഗതിയാണോ ഉള്ളത്? അത് പഠിക്കാൻ ഇന്ത്യൻ സാഹചര്യം എന്താണ്, ഇന്ത്യൻ സിസ്റ്റം എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് മോഡ് എന്താണ്, അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവകാശമില്ല എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ കോടതികളെക്കുറിച്ചുള്ള അതെടുക്കുന്ന നീണ്ട അവധി ദിവസങ്ങൾ, അതിൻ്റെ വർക്കിംഗ് അവേഴ്സിലെ കുറവ്, പല കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഓൾറെഡി അന്തരീക്ഷത്തിലുള്ളതാണ്. അപ്പോഴാണ് കോടതികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, നെഗറ്റീവ് ഷെയ്ഡുള്ള ചില സംഗതികൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുന്നതും അത് കോടതി ഒരു ഉത്തരവാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആദ്യം പ്രമോദ് സാറിന് തോന്നുന്നത് എന്താണ്? കോടതിക്ക് ചില കുഴപ്പങ്ങളുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതായത് അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യൻ കോടതികൾക്കകത്ത് കേസുകൾ കെട്ടിക്കിടക്കുന്നതിന് ജഡ്ജിമാരുടെ കുറവ്, സംവിധാനങ്ങളുടെ കുറവ് പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒപ്പം കൊളോണിയൽ ഭാരങ്ങൾ പേറുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതികളുടെ പ്രവർത്തന സമയത്തിലെ ചുരുക്കം 10 മണി മുതൽ 4 മണി വരെ ഉള്ളൂ, അല്ലെങ്കിൽ 7 ആഴ്ചയോളമുള്ള വേനലവധി, ഇതൊക്കെ വിമർശിക്കപ്പെടുന്നതുമാണ്. സോ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനത്തിന് വേഗത പോരാ എന്ന സംഗതി നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുന്നത് എന്തുമാത്രം ഭരണഘടനാപരമാണ്? എനിക്ക് തോന്നുന്നു നിഷാദ് അത് പറഞ്ഞപ്പോൾ അതിലൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റ് കൂടിയുള്ളത് ജുഡീഷ്യറിയിലെ കറപ്ഷൻ എന്നൊരു എന്നുള്ളതാണ്. ഈ കറപ്ഷൻ എന്നുള്ള സംഗതിയാണ് അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനെയാണ് കോടതി ഏറ്റവും കാര്യമായി കയറി പിടിച്ചത്. അഴിമതി, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അഴിമതി ഉണ്ട് എന്ന ഒരു തരത്തിലൊരു ടെക്സ്റ്റ് വരിക, അത് കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അഴിമതിയെക്കുറിച്ച് നമുക്ക് ചില എന്താ പറയുക, കോടതിയിൽ അഴിമതി നടക്കുന്നുണ്ടാവാം എന്നത് സംബന്ധിച്ച് ചില പെർസെപ്ഷൻസ് നമുക്കുണ്ട്. ചില കാര്യങ്ങളിൽ ചില അന്വേഷണങ്ങൾ അതിൻ്റെ വക്ക് വരെ എത്തി പോയിട്ടുമുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഒരു ന്യായാധിപൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് കണ്ടുകിട്ടുക എന്നൊക്കെ പറയുന്ന സംഗതികൾ, അത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒട്ടും തന്നെ നിഷേധിക്കാനാവാത്ത വസ്തുതയായിട്ടും പ്രൂഫായിട്ടും തെളിവായിട്ടും മുന്നോട്ട് വന്നിട്ട് അതിനൊരു ശിക്ഷാ നടപടിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്കോ ഒന്നും പോയ ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ജുഡീഷ്യറിയിലെ അഴിമതി എന്ന് പറയുന്നത് ഒരു പാഠപുസ്തക വിഷയമായി കൊണ്ടുവരുമ്പോഴുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അത് ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്നു. നമ്മുടെ നീതി സംഹിതകളിലെ ഒരു വാചകം തന്നെയാണല്ലോ, എന്താ പറയുക, അല്ലെങ്കിൽ വൈകുന്ന നീതി നിഷേധമാണ് എന്നുള്ളത്. അത് കുട്ടികൾ പഠിക്കേണ്ട ആവശ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് ഏത് രൂപത്തിൽ അത് വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ആലോചനകൾ വേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് എക്സാക്റ്റായിട്ട് ഉണ്ടായത് എന്നത് നമുക്ക് നേരിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഇപ്പോൾ കോടതി തന്നെ അതൊരു കാരണവശാലും ഇനി എവിടെയും പ്രത്യക്ഷപ്പെടാൻ പാടില്ല, അതിൻ്റെ ഡിജിറ്റൽ ഫോമിലാവട്ടെ അല്ലാതെ പുസ്തക രൂപത്തിലാവട്ടെ എവിടെയും വരാൻ പാടില്ല എന്നുള്ള നിർണായകമായ ഒരു ഉത്തരവ് നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിഷാദ്, ഇതിൽ ഇപ്പോൾ ഈ അതായത് കുട്ടികൾ എന്ത് പഠിക്കണം, ശരി, കുട്ടികൾക്ക് താരതമ്യേന ജുഡീഷ്യറിയെ വിമർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തോട്ട് അവരിൽ വളർത്തിയെടുക്കണം, ഒരു ക്രിട്ടിക്കൽ തോട്ട് ടു ദ ജുഡീഷ്യറി. അതെല്ലാറ്റിലും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത് കുട്ടികൾ വെറുതെ പഠിക്കുക മാത്രമല്ല, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും പഠിക്കുക എന്നുള്ളതും കൂടി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്.
അപ്പോൾ ആ നിലയ്ക്ക് ജുഡീഷ്യറിയെ മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാറ്റിനോടും ക്രിട്ടിക്കൽ സമീപനം എന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരർത്ഥമില്ല. ആ നിലയ്ക്ക് നമുക്ക് കാണേണ്ടത് ഒരർത്ഥത്തിൽ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള, കോടതിയെക്കുറിച്ചുള്ള വിശ്വാസരാഹിത്യം വളർത്തുന്ന ഒരു അഭിലഷണീയമായ കാര്യമല്ല. പക്ഷേ അതേസമയം വിമർശനാത്മക ചിന്ത വളർത്തുന്നതിന് കുട്ടികളെ സഹായിക്കും വേണം. ഇതാണ് എനിക്ക് ആ പറയുന്ന സംഗതിയോട്, ആ പറഞ്ഞ ഭാഗത്തോട്, അല്ലെങ്കിൽ അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അതാണ്. അത് ഒരുപക്ഷെ ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ട് പറയാൻ കഴിയുള്ളൂ. വിച്ച് ഈസ് നോട്ട് അവൈലബിൾ വിത്ത് അസ് നൗ, റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ കോടതി എടുത്തിരിക്കുന്ന വളരെ തീവ്രമായ നടപടികൾ നമുക്കറിയാം. ഇതിൻ്റെ ഒരു തരി പോലും എവിടെയോ അവശേഷിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വെറുതെ സംഭവിച്ചതല്ല. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന കാണണം, ഉണ്ടാകും, ഞങ്ങൾക്കറിയാം. വെറുതെ ആരെങ്കിലും തോന്നിയ പോലെ എഴുതി വിടുന്നതല്ല. അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പാഠഭാഗമായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കോടതി പറയാണ്, നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് തയ്യാറാക്കിയത്? നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ മാപ്പ് പറഞ്ഞല്ലോ, കോടതിക്ക് മാപ്പ് അപേക്ഷ കൊടുത്തു. അപ്പോൾ ഇത് പരിഗണിച്ച് ഇനി ആ വിഷയം വിടണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പിൻവലിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ കോടതി വിട്ടില്ല. അപ്പോൾ അത് ആ മാപ്പ് അപേക്ഷ പോരാ, ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് കണ്ടുപിടിക്കണം, ശിക്ഷ നൽകണം. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതിയെ തന്നെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ കോടതിയെ എന്താ പറയുക, വിമർശനാത്മകമായ കണ്ണിലൂടെ കാണുന്ന ഒരു വിഷയത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു? വളരെ കർശനമായ നടപടി വേണമെന്ന് സ്വീകരിക്കുന്നു. കോടതി എന്ന് പറയുന്നത് കോടതിയെയും പൗരന്മാരെയും നമ്മുടെ സകല സംവിധാനങ്ങളെയും ഒരേ നീതിയോടെ ഒരേ കണ്ണോടുകൂടി കാണേണ്ട ഒരു സംഗതി തന്നെയാണല്ലോ. അവിടെ കോടതിക്കെതിരെ വരുന്ന സമയത്ത് മാത്രം കോടതി ഭയങ്കര പൊട്ടിത്തെറിക്കുന്നു, ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വളരെ കർശനമായി അങ്ങനെ ഒരു പോയിൻ്റുണ്ട്. ഇനി അത് അവിടെ നിൽക്കട്ടെ. സമാനമായി ഈ അക്കാഡമിക്സിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തക നിർമ്മിതികളിൽ കടന്നു വരുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 2000-ന് ശേഷം തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2005 തൊട്ടിങ്ങോട്ട് BJP അധികാരത്തിൽ വരുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം, പാഠപുസ്തകങ്ങളുടെ കാവ്യവൽക്കരണം നടക്കുന്നുണ്ട് എന്നത് നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ഈ ഭൈരൺ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ വന്നതിൻ്റെ അവിടെ നിന്നൊക്കെയാണ് അത് തുടങ്ങുന്നത് തന്നെ. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നുകൊണ്ടല്ല അത് ആരംഭിക്കുന്നത്, അതിനു മുമ്പേ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് ഇത് കോടതിയിലെത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അരുണ റോയ് കോടതിയെ സമീപിച്ച ഒരു ചരിത്രമുണ്ട്. അത് പക്ഷേ ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, സാഫ്രണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നില്ല, അല്ലാത്തതായിരുന്നു. 2006 തൊട്ട് 2010 വരെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എന്താ എടുത്ത നിലപാട് കോടതി എടുത്ത നിലപാട്? അത് അക്കാഡമിക് വിഷയങ്ങളിൽ കോടതി ഉത്തരവിന് സാധ്യതയില്ല, അതൊരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരേണ്ട കാര്യമാണ്, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ കുട്ടികൾക്കുണ്ടാകാവുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിനെ മോശമാക്കി കളയുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തെ നിഷേധിക്കുന്ന അറിവുകൾ കുട്ടികളിലേക്ക് എത്തുന്ന ഒരു സംവിധാനത്തെ ഇതുപോലെ കാണാൻ കോടതിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കോടതി അന്ന് സ്വീകരിച്ച ആ നിലപാടാണോ ഇന്ന് അവരുടെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കാണുന്ന വളരെ അഗ്രസീവായിട്ടുള്ള നിലപാടാണോ? ഏതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ന്യായമായ നിലപാട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. യെസ് ജിമ്മി, അപ്പോൾ ഇതിനകത്ത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ റോൾ ഓഫ് ജുഡീഷ്യറി എന്നത് പഠിപ്പിക്കുകയാണ്. എന്താണ് ജുഡീഷ്യറി? അത് സമൂഹത്തിൽ, നമ്മുടെ സാമൂഹിക ക്രമത്തിൽ നിർവഹിക്കുന്ന ഒരു പങ്ക് എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് അഴിമതിയുണ്ട് എന്ന് പഠിപ്പിക്കേണ്ടതാണോ? അഴിമതിയുണ്ട് എന്ന് മാത്രമല്ല ഈ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഇത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ്, റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ അവർ സൊസൈറ്റി. ഞാൻ ഈ പാഠഭാഗം വായിച്ച ആളാണ്. ഇത് വളരെ വിശദമായി 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ചരിത്രം. സുപ്രീം കോടതിയിൽ 86,000, ഹൈക്കോടതിയിൽ 4.6 മില്യൺ, മറ്റ് കോടതികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി. കൃത്യമായ കണക്ക് വേണമെങ്കിൽ പറയാം, 47 മില്യൺ ആണ് സബോർഡിനേറ്റ് കോടതികൾ കിടക്കുന്നത്. ഇത്രയുമുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഷയം. 2, കോടതികളിൽ ആവശ്യത്തിന് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരില്ല, അതുകൊണ്ട് കോടതിയുടെ സുഗമമായ പ്രവർത്തനം നടക്കുന്നില്ല. ഇതൊരു പരാതിയായി ഉണ്ട്. 3, ഈ സംവിധാനത്തിൽ അഴിമതിയുണ്ട് എന്ന്
പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന RS ഗവായിയുടെ കോർട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രശ്നമുണ്ട്, ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുകയും വെറുതെ പറയുകയല്ല, അതിൻ്റെ കൂടെ സെൻട്രൽ പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം, ഈ ഒരു സംവിധാനം ഇത്തരം കേസുകളിൽ പരാതി കൊടുക്കാനുള്ളൊരു സംവിധാനമാണ്. കോടതിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ 2017 മുതൽ 2021 വരെ 1600 പരാതികൾ കിട്ടിയെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ജഡ്ജിനെ മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇങ്ങനെ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും നിങ്ങൾക്കിതിൽ തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് എന്താണ് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി? ഈ ടെക്സ്റ്റിന് തൊട്ട് മുമ്പ് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്, അത് കോടതി റിവ്യൂവിനെ കുറിച്ചൊക്കെ മറ്റു കാര്യങ്ങളാണ്. അതോടൊപ്പം കോടതിയുടെ അകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ 3 കാര്യങ്ങൾ പറയുകയും അതിന് ഉപോത്പന്നമായ തെളിവുകൾ പറയുകയും ചീഫ് ജസ്റ്റിസ് തന്നെ ഇത് നിയന്ത്രിക്കേണ്ടതാണെന്ന് പറഞ്ഞത് ചീഫ് RS ഗവായിയെ കോട്ട് ചെയ്ത് പറയുകയും ചെയ്യുകയാണ്. ഇതിലെവിടെയാണ് പ്രശ്നം? നമ്മുടെ നാട്ടിൽ ജുഡീഷ്യറി എന്താ ദൈവമാണോ? ജുഡീഷ്യറിക്ക് എത്ര കൊമ്പ എക്സ്ട്രാ ഉള്ളത്? എന്നെ തൊട്ടാൽ ഞാൻ തട്ടിക്കളയും എന്ന മട്ടിൽ കോടതിക്ക് പെരുമാറാനുള്ള യാതൊരു അവകാശവും ഇല്ല. കോടതി വിമർശനത്തിന് അതീതമല്ല. കോടതിയെ വിമർശിക്കും, കോടതിയുടെ വിധി പകർപ്പുകളെ വിമർശിക്കും, കോടതിക്കുള്ള ബയസുകളെക്കുറിച്ച് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന അവകാശമാണ്. മടക്കി കോടതി കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഇതിന് പറയേണ്ട കാര്യം. കാരണം സ്വമേധയാ സുമോട്ടോ കേസെടുക്കുക, ഇതിനകത്ത് എന്തോ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുക, ഇത് ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഇതേ സുപ്രീം കോടതിയിലല്ലേ 4 ജഡ്ജിമാർ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മിശ്രയ്ക്കെതിരെ ബെഞ്ച് ഫിക്സിംഗ് ഉണ്ടെന്ന് ആക്ഷേപിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്? ഇതേ സുപ്രീം കോടതിയിലേക്ക് വരേണ്ടിരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ വീട്ടിൽ നിന്നല്ലേ വീട് തീ പിടിച്ചപ്പോൾ നോട്ട് കെട്ടുകൾ കത്തിയത് നമ്മൾ പുറത്തെടുത്തത്? എത്രയോ കേസുകളിൽ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടികളിലേക്ക് പോയത്. ഒരു ഹൈക്കോടതി ജഡ്ജി ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 1-2 ആളുകൾ ഇംപീച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ സിസ്റ്റം അഴിമതിക്ക് അതീതമല്ല. അത് സിസ്റ്റത്തിനകത്തുള്ളവരും പറഞ്ഞിട്ടുണ്ട്, പുറത്തുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കൂ, SA ബോബ്ഡെ ഒരു ബൈക്കിൻ്റെ പുറത്ത് കയറുന്ന ഒരു പണക്കാരൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഒരു ആഡംബര ബൈക്കിൻ്റെ മുകളിൽ കയറുന്നു. അയാൾ കേസിൽ ലിറ്റിഗൻ കക്ഷിയായിട്ടൊക്കെ പല രീതിയിൽ വരുന്ന ഒരാളാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞതിന് പ്രശാന്ത് ഭൂഷണെ കുരിശിൽ കയറ്റിയ പാർട്ടികളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം, വിമർശന വിധേയമായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് വിദ്യാഭ്യാസത്തിൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾ, കൊച്ചുകുട്ടികളൊന്നുമില്ല, 8ാം ക്ലാസ്സിലെ കുട്ടികൾ അതിനെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രത്യേകത പാഠഭാഗം വായിച്ച് കാണാതെ പഠിക്കലല്ല. ഒരു പാഠഭാഗം തരും, അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്തേ പറ്റൂ. അത് സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് എന്തോ വലിയ അധികാരമുണ്ടെന്ന് പറയുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല, കോടതി കളിച്ച് എവിടം വരെയാണ് പോകുന്നത്? നേരത്തെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ പാഠഭാഗം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെക്കുറിച്ച് സുപ്രീം കോടതി അഭിപ്രായം പറയുന്നു. ആയിക്കോട്ടെ, ചിലപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ പണി തന്നെ എടുക്കും. ഇപ്പോൾ നമുക്കെല്ലാം വലിയ സംഭവമായി തോന്നുന്ന ശബരിമലയിൽ എന്ത് കാര്യം നടക്കണമെന്നത് ഹൈക്കോടതി തീരുമാനിക്കണം. ഇതാരെ അധികാരം കൊടുത്തേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ്. പക്ഷേ എപ്പോഴോ അത് ഹൈക്കോടതി ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രത്യേക ബെഞ്ച് ഉണ്ടാവുകയും ഏത് പണിയും എക്സിക്യൂട്ടീവ് ജോബുകളും ഹൈക്കോടതി അനുവാദം വേണമെന്നാണ് പറയുന്നത്. ഇത് കളിച്ച് എവിടം വരെയാണ് പോകുന്നത്? എന്നിട്ട് പറയുകയാണ് ഹൈക്കോടതിയെക്കുറിച്ച് അല്ലെങ്കിൽ കോടതികളെക്കുറിച്ച് ഉള്ള വിമർശനങ്ങൾ, അവർ തന്നെ ഉന്നയിച്ച വിമർശനങ്ങൾ പോലും, അവർക്ക് തന്നെ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞ വസ്തുതകൾ പോലും ടെക്സ്റ്റ് ബുക്കുകളിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വരാൻ പാടില്ല. അസംബന്ധം എന്നാണ് ഒറ്റ വാക്കിലുള്ള മറുപടി. കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്താണ്? അതായത് കോടതികളെക്കുറിച്ചുള്ള വിശ്വാസ നഷ്ടം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകും എന്നതാണ്. അപ്പോൾ കോടതികളുടെ വിശ്വാസ നഷ്ടത്തിന് ഉതകും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കോടതിയിൽ തന്നെ ഉണ്ടാവരുത് എന്ന് നാം പറയണമല്ലോ. സമീപകാലത്ത് ഇന്ത്യയിൽ പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിധികൾ അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ട നിയമങ്ങൾ, ഇപ്പോൾ 1992 ആരാധനാലയ നിയമം പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവിധങ്ങളായ നിയമങ്ങൾക്ക് തുല്യം ചാർത്തി കൊടുക്കുന്ന കോടതികൾ, വിചാരണ തടവുകാരുടെ ജാമ്യാപേക്ഷകൾ നിരന്തരമായി നീട്ടിവെക്കുകയും അതിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യത്തിന് ഉതകുന്ന വിധികൾ മാത്രം പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസ നഷ്ടം എന്ന് പറയുന്ന സംഗതി ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒന്നാണ്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. വിശ്വാസ നഷ്ടം ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട്, കൺസേൺ ആയിട്ട് കോടതിക്ക് തോന്നുമെങ്കിൽ കോടതിക്ക് ഫിക്സ് ചെയ്യാൻ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്, അവർക്ക് തന്നെ ചെയ്യാവുന്നത് എന്നതുകൂടി നാം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.